നമുക്കറിയാം പാൽ വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യനെ നമുക്കറിയാം. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവായിരുന്നു അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് 13 കൊല്ലം തികയുകയാണ്. മനുഷ്യ സ്നേഹത്തിലൂന്നിയ ദർശനങ്ങളായിരുന്നു മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും ഒക്കെ നയിച്ചിരുന്നത്. അദ്ദേഹം കടന്നുപോയിട്ട് ഇത്ര കാലമായെങ്കിലും ഡോക്ടർ വർഗീസ് കുര്യൻ നമ്മുടെ പാൽ വിപ്ലവത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത കഥാപാത്രമാണ്. സ്വപ്നങ്ങളാണ് എക്കാലത്തും വർഗീസ് കുര്യനെ നയിച്ചത്. ഇന്ത്യൻ കാർഷിക രംഗത്ത് നടപ്പാക്കേണ്ട മൗലികമായ മാറ്റങ്ങളെപ്പറ്റി ബോധവാനായിരുന്ന വർഗീസ് കുര്യൻ ഗുജറാത്തിൽ ക്ഷീരകർഷകരുടെ സഹകരണ പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ചതോടെയാണ് അമുലിന്റെ വിജയഗാഥയ്ക്ക് തുടക്കമായത്. സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു വർഗീസ് കുര്യന് അമുൽ. കർഷകരുടെ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘമായി സ്ഥാപിക്കപ്പെട്ട ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പിൽക്കാലത്ത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സഹകരണ സംരംഭമായി ഉയർന്നു. 90,000 കോടി രൂപയുടെ വാർഷികാദായമുള്ള 100-ലേറെ ഉത്പന്നങ്ങളുള്ള പ്രസ്ഥാനമാണ് ഇന്ന് അമുൽ. അറിവിനും ആശയങ്ങൾക്കും അതിരുകൾ പാടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു മലയാളിയായ വർഗീസ് കുര്യൻ. 1965-ൽ വർഗീസ് കുര്യൻ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ആദ്യ ചെയർമാനായി. അമുലിനെ മാതൃകയാക്കി സമാനമായ രീതിയിൽ ഇന്ത്യയിലുടനീളം ക്ഷീരസഹകരണ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടതാണ് ധവള വിപ്ലവത്തിന് ഇടയാക്കിയത്. വർഗീസ് കുര്യന്റെ ദീർഘദർശിത്വം ധവള വിപ്ലവത്തിന് മാത്രമല്ല ഇന്ധനമായത്. ഇന്ത്യയിൽ പിന്നീടുണ്ടായ വികസന പ്രക്രിയകൾക്കെല്ലാം ഊർജവും ആത്മവിശ്വാസവും പകരുന്നതിൽ ആ വിജയഗാഥയ്ക്ക് നിർണായക പങ്കാണ് ഉള്ളത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.